ചട്ടമ്പി കല്യാണി. രചന ദിയ ദേവേന്ദു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. ആബന്ന് ശേഖരന് എന്തുകൊണ്ട് ഇഷ്ടമായി. അവളുടെ എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ട് അവരെല്ലാം തീരുമാനിച്ചു. കാര്യങ്ങൾ വൈകിയറിഞ്ഞ ദേവൻ സുഭദ്രയുടെ ഭാഗത്തുനിന്ന് സംസാരിച്ചു നോക്കിയെങ്കിലും അച്ഛന്റെ തീരുമാനം മാറിയില്ല. ചന്ദ്രമോഹന് വേണ്ടി മരിക്കാൻ വരെ സുഭദ്ര തയ്യാറായിരുന്നെങ്കിലും അവളെ മരണത്തിന് വിട്ടുകൊടുക്കാൻ ചന്ദ്രമോഹൻ തയ്യാറായില്ല. അവളില്ലാതെ ഇനി ജീവിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ നിമിഷം ചന്ദ്രമോഹൻ ഇറങ്ങി പുറപ്പെട്ടു. ശേഖരനും മഹേന്ദ്രനും അവൾക്ക് ചുറ്റും തീർത്ത കോട്ടയിലേക്ക്. മരിച്ചാലും അവളൊരു നോക്ക് കണ്ടിട്ടാവാമെന്ന് അയാൾ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. ചന്ദ്രമോഹൻ ഇല്ലിക്കൽ തറവാട് മുമ്പിൽ എത്തിയപ്പോൾ രാത്രി ഏറെയായിരുന്നു. എല്ലാവരും ഉറക്കം പിടിച്ചിരുന്നു. നാളെയാണ് വിവാഹ നിശ്ചയം. അതുകൊണ്ട് ഇനി അവൻ വരില്ലെന്ന് കരുതിയിട്ടോ കാവൽക്കാരും നിദ്രയിലേക്ക് ചേക്കേറിയിരുന്നു. എന്നാൽ അന്ന് അവിടെ അവന്റെ വരവും പ്രതീക്ഷിച്ച് ഒരാൾ മാത്രം ഉറങ്ങാതെ കാത്തിരുന്നു. സുഭദ്ര. തുറന്നിട്ട ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്ന അവൾക്ക് അവിടെ കണ്ട നിഴൽ ചന്ദ്രമോഹന്റേതാണെന്ന് മനസ്സിലാക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല. ആ നിമിഷം അവൾക്ക് മറ്റൊന്നും ചിന്തിക്കാൻ കഴിഞ്ഞില്ല. സ്വന്തം കുടുംബത്തെക്കുറിച്ച് ഓർക്കാൻ കഴിഞ്ഞില്ല. തന്നെ സ്നേഹം മാത്രം തന്ന് വളർത്തി വലുതാക്കിയവരെ കുറിച്ച് ഓർക്കാൻ കഴിഞ്ഞില്ല. അവരുടെ കണ്ണീരോ ഭീഷണി സ്വരങ്ങളോ അവളുടെ ചിന്തയിൽ പോലും കടന്നു വന്നില്ല. പ്രണയം എന്ന വികാരം അവൾക്ക് ചുറ്റും ഒരു മായിക വലയം തീർത്തിരുന്നു. അതിൽപ്പെട്ട അവൾക്ക് മുമ്പിലുണ്ടായിരുന്നത് ദൂരങ്ങൾ താണ്ടി തനിക്ക് വേണ്ടി മാത്രം സ്വന്തം ജീവൻ പണയം വെച്ച് വന്ന ചന്ദ്രമോഹനായിരുന്നു. എങ്ങനെയൊക്കെയോ ശബ്ദമുണ്ടാക്കാതെ പുറത്തിറങ്ങി അവനരികിലേക്ക് കുതിച്ചു. കൈയെത്തും ദൂരെ അവളെത്തിയതോടെ അവനൊരു നിമിഷം പോലും പാഴാക്കാതെ അവളെയും കൊണ്ടോടി. ആരെങ്കിലും ഉണർന്നു വരുന്നതിന് മുമ്പേ പുറത്തിറങ്ങുക മാത്രമായിരുന്നു ലക്ഷ്യം. കുറച്ച് ദൂരത്തായി നിർത്തിയിട്ടിരുന്ന കാറിലേക്ക് അവളെയും കൊണ്ട് അവൻ കയറി. ആ കാറ് പിന്നെ നിന്ന് അവൻ്റെ ഒരു ചങ്ങാതിയുടെ വീടിന് മുമ്പിലാണ്. അപ്പോഴേക്കും നേരം പുലർന്നിരുന്നു. അയാൾ അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ വെച്ച് ചന്ദ്രമോഹൻ സുഭദ്രയുടെ കഴുത്തിൽ താലി ചാർത്തി. അവൾ തിരക്കി ചന്ദ്രമോഹന്റെ വീട്ടിലെത്തിയ മഹേന്ദ്രനും കൂട്ടാളികളും കാണുന്നത് കല്യാണം കഴിഞ്ഞു വരുന്ന സുഭദ്രയെയും ചന്ദ്രമോഹനെയുമാണ്. അത് കണ്ട് അവർ അക്ഷരം മിണ്ടാതെ മടങ്ങി. ശേഖരനും കുടുംബം പിന്നീട് അവളെക്കുറിച്ച് അന്വേഷിച്ചില്ല. നാളുകൾ കഴിഞ്ഞു. പുറമേ പ്രകടിപ്പിച്ചില്ലെങ്കിലും സുഭദ്രയെ ഓർത്തുള്ള അച്ഛന്റെ ദുഃഖം അയാളുടെ ശരീരത്തിൽ പ്രകടമായിക്കൊണ്ടിരുന്നു. പല രോഗങ്ങളും അയാളിൽ പിടിമുറുക്കി. അയാൾക്കൊന്നിനും ഉത്സാഹം തോന്നിയില്ല. ഇങ്ങനെ തുടർന്നാൽ പറമ്പും കൃഷിയുമെല്ലാം നശിക്കുമെന്ന അവസ്ഥ വന്നപ്പോൾ അയാൾ അതെല്ലാം മക്കൾക്ക് വീതം വെച്ച് നൽകാൻ തീരുമാനിച്ചു. അപ്പോഴും സുഭദ്രയ്ക്ക് ഒരു സ്ഥാനം കൊടുക്കാൻ ആരും തയ്യാറായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരെ തേടി ആ വാർത്ത എത്തുന്നത്. സുഭദ്ര ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു. തറവാടിൽ കുഞ്ഞ് ജനിച്ചു കാണാൻ അത്യധികം ആഗ്രഹിച്ചിരുന്ന ശേഖരനും ലീലാവതിക്കും ഒരുപാട് സന്തോഷമായി. വിവരമറിഞ്ഞ് ദേവനും ശ്രീദേവിയും എത്തി. എല്ലാവരും ചേർന്ന് സുഭദ്രയെയും കുഞ്ഞിനെയും കാണാൻ ചന്ദ്രമോഹന്റെ വീട്ടിലേക്ക് പോയി. ആ കുഞ്ഞിന്റെ മുഖം കാണുക എല്ലാ പിണക്കങ്ങളും ഇല്ലാതെയായി. പ്രസവ ശുശ്രൂഷക്കായി അവളെയും കുഞ്ഞിനെയും കൂടെ കൂട്ടിയപ്പോൾ ചന്ദ്രമോഹനെയും കുടുംബത്തെ ഇല്ലിക്കലേക്ക് ക്ഷണിച്ചിട്ടാണ് അവർ മടങ്ങിയത്. കുഞ്ഞു വന്നതോടെ ശേഖര ഊർജ്ജസ്വലനായി. എന്നോ മറന്നു എന്ന് കരുതിയ ചിരിയും കളിയും ഒക്കെ തിരികെ വന്നു. അയാൾ തന്നെ അവന് പേരിട്ടു, കാശിനാഥൻ. അവന് 1.5 വയസ്സുള്ളപ്പോഴാണ് ശേഖരന് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നത്. അതറിഞ്ഞ് വീട്ടിലേക്ക് പുറപ്പെട്ട സുഭദ്രയും ഭർത്താവും പക്ഷെ അവിടെ എത്തിയില്ല. അവർ സഞ്ചരിച്ച കാറിൽ ലോറിയുമായി കൂട്ടിയിടിച്ച് അപകടത്തിൽപ്പെട്ടു. അവർ രണ്ടുപേരും തൽക്ഷണം മരിച്ചു. കൂടെ ഉണ്ടായിരുന്ന കാശി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ആ അപകടവാർത്ത ശേഖരന് താങ്ങാവുന്നതിൽ അപ്പുറമായിരുന്നു. ഒരു വശം തളർന്നു വീണ ശേഖരന് സംസാരശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടു. 1.5 വർഷത്തോളം കാശി അവൻ്റെ അച്ഛൻ്റെ വീട്ടുകാരാണ് വളർത്തിയത്. പിന്നീട് ശ്രീദേവിക്ക് അവനോടുള്ള അടുപ്പം കണ്ട് ആ വൃദ്ധ ദമ്പതികൾ അവരുടെ ജീവിതത്തിൽ ബാക്കിയുണ്ടായിരുന്ന ഏക സന്തോഷം അവർക്കായി വിട്ടു നൽകി. അങ്ങനെ കാശി ദേവന്റെയും ശ്രീദേവിയുടെയും മകനായി. കാശി അവർക്കെന്ന് സ്വന്തം മകൻ തന്നെയായിരുന്നു. ഒരിക്കലും അവനെ വേർതിരിച്ച് കണ്ടിട്ടില്ല. ഒരുപക്ഷെ ജഗ്ഗുവിനേക്കാൾ അവനെ സ്നേഹിച്ചു. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അറിവായപ്പോൾ അവനോട് ഈ കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പോൾ പോലും അവരോട് അവനില്ലാതിരുന്ന അകലം അവൻ വലുതാകും തോറും എങ്ങനെ ഉണ്ടായി എന്ന് മാത്രമാണ് അറിയാത്തത്. ദേവൻ പെട്ടിമടക്കി തിരികെ അലമാരയ്ക്ക് മുകളിലേക്ക് വെച്ചു. ദേവി ഉണർന്നിട്ടില്ല. അവരെ കാണും തോറും ദേവന്റെ സങ്കടം കൂടി വന്നു. ലോകത്തൊരമ്മയ്ക്കും സ്നേഹിക്കാൻ കഴിയാത്ത തരത്തിൽ അവനെ സ്നേഹിച്ചു. ഒരുപക്ഷെ സുഭദ്രയ്ക്ക് കഴിയുന്നതിനേക്കാൾ. അവളെ അമ്മയാക്കിയതും ആദ്യമായിട്ട് അമ്മയെന്ന് വിളിച്ചത് അവനാണ്. ജഗ്ഗു വന്നിട്ട് അവനോടുള്ള സ്നേഹം കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല. എന്നിട്ടും കാശി അവൾക്ക് തിരികെ നൽകുന്ന ദുഃഖം മാത്രം. ദേവൻ അവനോട് ദേഷ്യം തോന്നി. എന്തിന് തങ്ങളിങ്ങനെ വേദനിപ്പിക്കുന്നു? ഫ്ളാറ്റിലേക്ക് മാറിയതിന് പിറ്റേന്ന് തന്നെ കാശി അവന്റെ കമ്പനിയിൽ പോയി തുടങ്ങി. അതായത് അവനും സായും കിരണും ചേർന്ന് തുടങ്ങിയ കമ്പനി. അവൻ വന്ന സായിക്ക് ഒരു ആശ്വാസമായി. കല്ലു ട്രെയിനിങ് തുടർന്നു. നേരിട്ട് കണ്ടപ്പോൾ ബാലേട്ടനോടും അച്ചുവിനോടും മീനുവിനോടെല്ലാം അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അവൾ പറഞ്ഞു. കുറച്ച് നാളെങ്കിലും വീട്ടിൽ വന്ന് നിൽക്കാൻ ബാലേട്ടൻ കല്ലുവിനോട് പറഞ്ഞെങ്കിലും അവൾ സമ്മതിച്ചില്ല. വൈകിട്ട് കല്ലു സ്കൂളിൽ തിരികെ എത്തും. കാശി വരാൻ കുറേയേറെ വൈകും. അവൾക്ക് തനിയിരിക്കാൻ പേടിയില്ലെങ്കിലും മറ്റുള്ളവർക്കെല്ലാം പേടിയുണ്ടായിരുന്നു. കാശിയും കല്ലുവിന്റെ വീട്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് അവളെ വിളിച്ചുകൊണ്ടിരിക്കും. അവസാനം ഫോൺ എടുക്കാൻ മാത്രമേ ഇപ്പോൾ നേരമുള്ളൂ. അവൾക്ക് പാചകമൊട്ടും അറിയാത്തതുകൊണ്ട് യൂട്യൂബിൽ നോക്കി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് ഫോൺ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇതുവരെ ഒരു സാധനവും നന്നായിട്ട് കാണാനും വയ്ക്കാനും പറ്റിയിട്ടില്ല. ഇക്കാര്യം നന്നായിട്ട് അറിയാവുന്ന കാശി കൃത്യസമയത്ത് ഓർഡർ ചെയ്ത ഭക്ഷണം എത്തിക്കും. രാത്രിയിലേക്കുള്ള വരുന്ന വഴി വാങ്ങി വരും. രാവിലെ അവനും സായും കൂടെ ഉണ്ടാക്കും.
ഉപ്പും കറിവേപ്പിലൊക്കെ എടുത്തു കൊടുക്കുന്ന ചെറിയ വലിയ ജോലികളുമായി കല്ലുമുണ്ട്. അവരെ കൂടെ നിന്ന് എല്ലാം കണ്ടും പഠിക്കുന്നുണ്ട്. അധികം നാളിങ്ങനെ പറ്റില്ലല്ലോ, അതുകൊണ്ട് എല്ലാം പെട്ടെന്ന് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ദേവി എപ്പോഴും കല്ലുവിനെ വിളിച്ച് സങ്കടം പറയും, തിരികെ ചെല്ലണമെന്ന് പറയും. വരാമെന്ന് ഉറപ്പ് അവളും പറയും. കാശിയോട് പറയുമ്പോൾ അവനും വിഷമം വരും. ഈ രീതിക്ക് പോകുന്നതാണ് എല്ലാവർക്കും നല്ലതെങ്കിൽ ഇങ്ങനെ പോട്ടെ എന്ന് അവൻ പറയും. അന്നും പതിവ് പോലെ കമ്പനിയിൽ നിന്ന് മടങ്ങി വരികയായിരുന്നു കാശി. എന്നും വാങ്ങിക്കുന്ന കടയിൽ നിന്ന് രാത്രിയേക്കുള്ള ഫുഡ് വാങ്ങി കാറിൽ കയറി. കവറ് പിന്നിലേക്ക് വെച്ചിട്ട് കാറ് മുന്നോട്ടെടുക്കുമ്പോൾ കാണുന്നത് തനിക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ഒരു ലോറിയാണ്. കാശിയുടെ മേലാകെ ഒരു തരിപ്പുടർന്നു. ലോറി അടുത്തെത്താറായപ്പോഴാണ് അവന് ബോധം വന്നെങ്കിലും അവൻ പെട്ടെന്ന് തന്നെ കടയുടെ പാർക്കിങ്ങിലേക്ക് കാറ് വെട്ടിച്ചു. ശബ്ദം കേട്ട് അവിടെ ഉണ്ടായിരുന്നവരുടെ ശ്രദ്ധ അങ്ങോട്ടേക്കായി. അതുകൊണ്ടാവണം ലോറി നേരെ ഓടിച്ചുപോയി. ലോറി പോയെന്ന് ഉറപ്പായതും കാശി കുറച്ചുനേരം കണ്ണടച്ചിരുന്നു. ആ തരിപ്പ് ഇപ്പോഴും മാറിയിരുന്നില്ല. ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ ഇപ്പോൾ താൻ ജീവനോട് ഉണ്ടാകുമായിരുന്നില്ല. കാശി ഓർത്തു. അതൊരിക്കലും ഒരു സാധാരണ അപകടമായിരുന്നില്ല. ലോറി അവർ തന്നെ ലക്ഷ്യം വെച്ചാണ് വന്ന്. അവന് വല്ലാതെ പേടി തോന്നി. അച്ഛനെയും അമ്മയെയും ഓർത്ത്, ജഗ്ഗുവിനെ ഓർത്ത്, കല്ലുവിനെ ഓർത്ത്, അവളെക്കുറിച്ച് ഓർത്തപ്പോൾ എത്രയും പെട്ടെന്ന് അവളെ കാണണമെന്ന് തോന്നി. വണ്ടി മുന്നോട്ടെടുത്തപ്പോൾ അവന്റെ പേടിയെ ശരിവെക്കാനെന്നോണം കുറച്ചു മുന്നിലായി ഒരു ഇടവഴിയോട് ചേർത്ത് നിർത്തിയിട്ടിരിക്കുന്ന കറുത്ത സ്കോർപ്പിയോ അവൻ കണ്ടു. കോളിംഗ് ബെല്ല് കേട്ടപ്പോൾ കാശിയാണെന്ന് അറിയാമെങ്കിലും കല്ലു ഒന്നുകൂടി ഡോർ ഹോളിലൂടെ നോക്കി ഉറപ്പുവരുത്തി. അങ്ങനെ ചില കാര്യങ്ങൾ കാശി നിർബന്ധം പറഞ്ഞിട്ടുണ്ട്. വാതിൽ തുറന്നേ പാർസൽ അവരുടെ കയ്യിലേക്ക് കൊടുത്ത് കാശി ഒന്നും മിണ്ടാ മുറിയിലേക്ക് നടന്നു. മുഖത്തൊരു വാടിയ പുഞ്ചിരി മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്തുപറ്റി? എന്താ വല്ലാണ്ടിരിക്കുന്നേ? കല്ലുവിന് ചോദിക്കാതിരിക്കാനായില്ല. കാശി ഷർട്ടിന്റെ ബട്ടൺ അഴിക്കുന്നതിൽ സംഭവം പറഞ്ഞു. അവളെ കൂടി പേടിപ്പെടുത്താതിരിക്കാൻ വളരെ നിസ്സാരമായിട്ടാണ് അവനത് പറഞ്ഞെങ്കിലും കല്ലു നിന്നെടുത്ത് നനങ്ങാനാവാത്ത വിധം മരവിച്ചു പോയിരുന്നു. അയാളാണോ മഹീന്ദ്രൻ? എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും ആൾക്ക് വിറയലോട് അത്രയും മാത്രമേ ചോദിക്കാൻ കഴിഞ്ഞുള്ളൂ. കാശി ഒന്ന് മൂളുക മാത്രം ചെയ്തിട്ട് കുളിക്കാനായി പോയി. അതേക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. കല്ലു സോഫയിലേക്ക് ഇരുന്ന് പോയി. അവളുടെ ചിന്തകൾ അപ്പോഴും മഹേന്ദ്രനെ പറ്റിയായിരുന്നു. അയാൾ എന്തിനിങ്ങനെ ചെയ്യണമെന്നായിരുന്നു. കാശി പറഞ്ഞറിഞ്ഞ മഹേന്ദ്രനെ കുറിച്ച് അവൾ ഓർത്തു. മഹേന്ദ്രൻ ജനിച്ചും വളർന്നുമെല്ലാം നെല്ലശ്ശേരിയിൽ തന്നെയായിരുന്നു. രാജശേഖരന്റെ സുഹൃത്തായിരുന്നെങ്കിലും അയാളുടെ സ്വഭാവത്തിന് നേർ വിപരീതമായിരുന്നു മഹേന്ദ്രന്റെ അച്ഛന്റെ സ്വഭാവം. അയാൾ ഒരു സ്ഥിര മദ്യപാനിയായിരുന്നു. മദ്യപിക്കാനും സീട്ട് കളിക്കാനും പണം തികയാതെ വരുമ്പോൾ അയാൾ ഭാര്യയും മക്കളെയും ഉപദ്രവിച്ച് ആർക്കുള്ളതെല്ലാം കൈക്കലാക്കുമായിരുന്നു. അച്ഛന്റെ ശാരീരികവും മാനസികവുമായ ഉപദ്രവങ്ങൾ സഹിച്ചും കണ്ടുകൊണ്ടാണ് മഹേന്ദ്രൻ അവന് താഴെയുള്ള 4 പെൺകുട്ടികളും വളർന്നു. അച്ഛൻ കടം വാങ്ങിയ ആളുകളുടെ ശല്യം കൂടിയായപ്പോൾ അവർക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെയാണ് അവന്റെ അമ്മയുടെ വീട്ടുകാർ വന്ന് അവരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. മഹേന്ദ്രൻ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ബോംബെക്ക് പോയി. വർഷങ്ങൾ കഴിഞ്ഞാണ് പിന്നെ മടങ്ങി വന്നത് കൈനിറയെ പണവുമായിട്ടാണ്. പെങ്ങന്മാരുടെ വിവാഹം നല്ല നിലയിൽ നടത്തിയതും കടങ്ങളെല്ലാം തീർത്തതും വീടും സ്ഥലവും തിരികെ വാങ്ങിയെല്ലാം അവൻ ഒറ്റക്കാണ്. ഇത്രയും പണം എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല. അത്രയ്ക്കും പ്രൗഢിയായിരുന്നു അയാൾക്ക്. എങ്കിലും സ്വന്തം അമ്മയ്ക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ബോംബെയിലെ ഒരു രത്ന വ്യാപാരിയുടെ വരം കൈയായിരുന്നു താനെന്നും അയാൾക്ക് ഒരുപാട് കച്ചവടം പിടിച്ചു കൊടുത്തതിന്റെ പ്രതിഫലമായി അയാൾ സ്നേഹപൂർവ്വം തന്നതാണ് എല്ലാം എന്ന് അവൻ പറഞ്ഞു. ആ അമ്മ മനസ്സത് വിശ്വസിക്കുകയും മകനോർത്ത് അഭിമാനം കൊള്ളുകയും ചെയ്തു. ആ പറഞ്ഞ വലിയൊരു കള്ളമാണെന്നും ആ വ്യാപാരിയുടെ മകളെ മൃഗീയമായി നശിപ്പിച്ച് അയാളെ കൊലപ്പെടുത്തി അയാളുടെ സ്വത്തുക്കളെല്ലാം ആരുമറിയാതെ വിറ്റ് പണം കൈക്കലാക്കിയ ശേഷം ഈ കുറ്റമല്ല അയാളുടെ ഒന്നും അറിയാത്ത അനന്തരവന്മേൽ ചുമത്തിയിട്ടാണ് അവൻ നാട്ടിലേക്ക് വന്നെന്ന് ആരും അറിഞ്ഞില്ല. തിരിച്ച് നാട്ടിലേക്ക് തന്നെ വരാനും ആ വീട് തന്നെ വൻതുക കൊടുത്ത് വാങ്ങാനും അയാൾക്ക് മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. സുഭദ്ര, ശേഖരന്റെ ഇളയ മകൾ. മൂത്തവൾ സരോജിനിയേക്കാൾ അഴകുള്ളവൾ. ചെറുപ്പത്തിൽ തന്നെ അവൾ പോലും അറിയാതെ അവന്റെ മനസ്സിൽ കയറി കൂടിയവൾ. ബോംബെയിലെ രത്ന വ്യാപാരിയുടെ അതിസുന്ദരിയായ മകൾ പോലും അവൾക്ക് താഴെയാണെന്ന് അവന് തോന്നി. അവളോടുള്ള മോഹം ഒന്നുകൊണ്ട് മാത്രമാണ് തിരികെ നാട്ടിലേക്ക് വന്നത്. പക്ഷെ അവിടെ അവനെ കാത്തിരുന്ന മറ്റൊന്നായിരുന്നു, സരോജിനിയുടെ വിവാഹാലോചന. അതവൻ സമ്മതിച്ചില്ല. അവന്റെ മോഹം മുഴുവൻ സുഭദ്രയോടായിരുന്നു. ഒരു മദ്യപാന വേളയിൽ അവന്റെ ചില സുഹൃത്തുക്കളാണ് അവൻ ആ മാർഗം പറഞ്ഞു കൊടുത്തത്. നീ ഇപ്പൊ സരോജിനി അങ്ങ് കെട്ടണം. ഒരു കുട്ടിയൊക്കെ ആയി കഴിയുമ്പോൾ സംശയം തോന്നാത്തിൽ അവളെ അങ്ങ് തീർക്കുക. പിന്നെ കുട്ടിയെ നോക്കാനെന്ന പേരിൽ സുഭദ്രയെ ചോദിക്കുക. അതാകുമ്പോൾ രണ്ടിനെയും കിട്ടും, 2 ഭാഗം മുതലും കിട്ടും. അങ്ങനെ ഒരു പദ്ധതി മുന്നിൽ കണ്ടുകൊണ്ടാണ് സരോജിനിയെ വിവാഹം ചെയ്ത്. അതിൽ പിന്നെ മഹീന്ദ്രന് ഇല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ കണ്ടുപോലെയല്ല, ഇപ്പോൾ ഒരുപാട് സുന്ദരിയായിരുന്നു സുഭദ്ര. അവളെ കാണുന്നതോടെ അയാളുടെ ഉള്ളിലെ മോഹം പുറത്തു വന്നുകൊണ്ടിരുന്നു. സുഭദ്ര ഒരു ജ്യേഷ്ഠ സഹോദരനായിട്ടാണ് മഹീന്ദ്രനെ കണ്ടത്. പക്ഷെ അയാളുടെ ഉള്ളിലെ ചെന്നായി അവൾ ഒരിക്കൽ തിരിച്ചറിഞ്ഞു. ഒരിക്കൽ തറവാട്ടിൽ വന്നപ്പോൾ സരോജിനിയുടെയും മറ്റുള്ളവരെയും കണ്ണുവെട്ടിച്ച് അയാൾ സുഭദ്രയുടെ മുറിയിലെത്തി. കോളേജിൽ നിന്ന് വന്ന് മയങ്ങിയായിരുന്നു സുഭദ്ര. അയാൾ വന്നത് അറിഞ്ഞില്ല. അവളുടെ അനാവൃതമായ അരക്കെട്ടിൽ കണ്ണുടക്കിയ മഹേന്ദ്രന്റെ സർവ്വ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടു. അയാൾ അവിടെ മേലെ പാഞ്ഞു. ഞെട്ടിയുണർന്ന സുഭദ്ര മഹീന്ദ്രനെ കണ്ട് പകച്ചു. അലറി വിളിക്കുന്നതിന് മുമ്പേ അയാൾ അവിടെ വാപുത്തി. അവളുടെ മൃദുലത അയാളെ വീണ്ടും ഉന്മത്തനാക്കി. പക്ഷെ ആരോ പടികൾ കയറി വരുന്ന ശബ്ദം കേട്ട് അയാൾ വേഗം അവളിൽ നിന്ന് മാറി. ആരോടെങ്കിലും പറഞ്ഞാൽ പിന്നെ ചേച്ചിയുടെ ശവമായിരിക്കും കാണുക എന്ന് പറഞ്ഞ് അയാൾ അമർഷത്തോടെ പുറത്തേക്ക് പോയി. സുഭദ്ര ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ എത്തിയിരുന്നു.
ജീവിതത്തിൽ ആദ്യമായി നേരിടേണ്ട വന്ന ആക്രമണവും അപമാനവും അവളെ തളർത്തി. അതോടൊപ്പം തന്നെ അവൾക്ക് വേദന തോന്നിയത് അവളുടെ ചേച്ചി ഓർത്തായിരുന്നു. ആട്ടും തോലിട്ട ചെന്നായാണെന്നറിയാതെ അയാളെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ചേച്ചിയും അച്ഛനും അമ്മയും എല്ലാവരും. അവൾക്ക് ഒരുപാട് സങ്കടം തോന്നി. നടന്നൊക്കെ എല്ലാവരോടും തുറന്നു പറയണമെന്ന് അവൾക്ക് തോന്നി. പക്ഷേ അവരിൽ അയാൾ കൊടുത്തിരിക്കുന്ന വിശ്വാസം അവളുടെ വാക്കുകൾക്ക് മേലെയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. പിന്നീട് അയാളുടെ മുമ്പിൽ പെടാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അയാളാവട്ടെ എങ്ങനെയെങ്കിലും അവളെ നടത്തിയിട്ടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവൾ ആരോടൊന്നും നടന്ന് പറയാതിരുന്ന് അയാൾക്ക് വളമായി. അവളെ നിരന്തരം പിന്തുടർന്ന മഹേന്ദ്രൻ അവൾക്ക് കോളേജിലെ അധ്യാപകനുമായിട്ടുള്ള ബന്ധം അറിഞ്ഞു. അത് അയാൾക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. ചന്ദ്രമോഹനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ച മഹേന്ദ്രൻ അയാളെ വകവരുത്താൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ അയാളുടെ കണക്കൂട്ടുകൾ തെറ്റിച്ചുകൊണ്ട് ശേഖരൻ വിവരം അറിഞ്ഞു. അയാൾ അവൾക്ക് വിവാഹാലോചിച്ച് തുടങ്ങി. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന് മനസ്സിലാക്കിയ മഹേന്ദ്രൻ പുതിയൊരു അടവ് പറ്റി. സുഭദ്ര എങ്ങനെ അയാൾക്ക് വേണമായിരുന്നു. അങ്ങനെയാണ് അയാൾ നാട്ടിലെ പ്രമാണിയുടെ മകന്റെ ആലോചന ശേഖരന് മുമ്പിൽ വെക്കുന്നത്. അതുമായി മുന്നോട്ട് പോകുമ്പോഴും ശേഖരൻ അറിയാത്തൊരു ബന്ധം മഹേന്ദ്രൻ അവളുമായിട്ടുണ്ടായിരുന്നു. സ്ഥിരമായി കള്ളും കഞ്ചാവും ഒക്കെ കൊടുത്ത് അവനെ തന്റെ അടിമയാക്കി വെച്ചിരിക്കുകയായിരുന്നു അയാൾ. കള്ളുകൊടുത്ത് മയക്കിയാൽ സ്വന്തം ഭാര്യവരെ അവൻ അടിയറ വെക്കുമെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ആ വിവാഹത്തിന് അയാൾ തിടുക്കം കൂട്ടി. എന്നാൽ അപ്പോഴും വിധി അയാൾക്കൊപ്പം നിന്നില്ല. സുഭദ്ര ചന്ദ്രമോഹനൊപ്പം പോയി. അന്ന് അവരുടെ വീട് വരെ പോയത് അവൾ തിരികെ കൂട്ടാൻ മാത്രമായിരുന്നില്ല, അവനെ കൊല്ലാനായിരുന്നു. പക്ഷേ ചന്ദ്രമോഹനെ തൊട്ടാൽ ആ നിമിഷം ആത്മഹത്യ ചെയ്യുമെന്ന സുഭദ്രയുടെ ഭീഷണി അയാൾ പിന്മാറി. അന്ന് അവിടുന്ന് മടങ്ങുമ്പോൾ അവളോടുള്ള മോഹം അയാൾ ഉപേക്ഷിച്ചിരുന്നു. പകരം ഇല്ലിക്കല് അവളുടെ വീതം സ്വത്തുകൂടി നേടണമെന്നായി വാശി. അതിനായി ശ്രമങ്ങൾ തുടങ്ങി. ശേഖരനോട് അവളെക്കുറിച്ച് ഉള്ളതില്ലാത്തൊക്കെ പറഞ്ഞ് എരികയറ്റി. അങ്ങനെ അവളുടെ പങ്കുകൂടി സരോജിനിക്ക് നൽകാൻ അയാൾ തീരുമാനിച്ചു. ദേവനും അത് സമ്മതമായിരുന്നു. എഴുതാനുള്ള ഒരുക്കങ്ങൾ നടക്കവെയാണ് കാശിയുടെ ജനനം. അവിടെ മുതൽ കാര്യങ്ങൾ വീണ്ടും തകിടം മറിഞ്ഞു. മഹേന്ദ്രന്റെ എല്ലാ കഷ്ടപ്പാടുകളെയും വൃഥാവിലാക്കി സുഭദ്ര വീണ്ടും ഇല്ലിക്കൽ കാലുകുത്തി. ശേഖരൻ ഭാഗം വെപ്പിൽ നിന്ന് പിന്മാറി. സുഭദ്ര അച്ഛനോട് അയാളെക്കുറിച്ച് നൽകിയ വെളിപ്പെടുത്തലാണ് അതിന് കാരണമെന്ന് അയാൾ അറിഞ്ഞില്ല. പക്ഷേ മഹേന്ദ്രനെ എതിർക്കാനുള്ള ശക്തി അയാൾക്കില്ലായിരുന്നു. എങ്കിലും തന്നാലാവുന്ന അയാൾ ചെയ്തു. മഹേന്ദ്രൻ വിവരറിഞ്ഞ വൈകിയാണ് ശേഖരൻ വിൽപ്പത്ര എഴുതിയിരുന്നു സുഭദ്രയുടെ മകന്റെ പേരിൽ. അന്ന് ആദ്യമായി ശേഖരന് മുമ്പിൽ അയാൾ തന്റെ സ്വരൂപം പുറത്തെടുത്തു. ഒന്നും അറിയാത്ത ആ പിഞ്ചു കുഞ്ഞിനുൾപ്പെടെ സുഭദ്രയുടെ കുടുംബത്തെ ഇല്ലാതാക്കുമെന്ന മഹേന്ദ്രന്റെ വാക്കുകളുടെ ആഘാതത്തിൽ അയാൾ തളർന്നു വീണു. കഠിനമായ നെഞ്ചുവേദനയുമായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ സംസാരിക്കാൻ നന്നേ ബുദ്ധിമുട്ടിയെങ്കിലും സുഭദ്രയെ കാണണമെന്ന് അയാൾ പറഞ്ഞൊപ്പിച്ചു. മഹേന്ദ്രൻ വിരിച്ച വലയിൽ വീണ സുഭദ്രയും ചന്ദ്രമോഹനും മരണത്തെ പുഴുകിയെന്ന് അയാൾ അപ്പോൾ അറിഞ്ഞില്ല. മോര് മരിച്ചു എന്നറിഞ്ഞ് തന്റെ പകിവീട്ടിയ സന്തോഷത്തിലായിരുന്നു. മഹിയുമാ കുരുന്ന് ജീവനോടുണ്ടെന്ന് അറിഞ്ഞില്ല. അതറിഞ്ഞു വന്നപ്പോഴേയും കാശി ദേവന്റെ കയ്യിൽ എത്തിച്ചേർന്നിരുന്നു. സുഭദ്രയുടെയും ചന്ദ്രമോഹന്റെയും സംസ്കാരം കഴിഞ്ഞു. ശേഖരൻ കിടപ്പിലായി. അയാൾക്ക് സംസാരശേഷി നഷ്ടപ്പെട്ടുകൊണ്ട് മഹിയുടെ മറ്റൊരു മുഖം മറ്റാർക്കും മുന്നിൽ വെളിപ്പെട്ടില്ല. പിന്നീട് കുഞ്ഞിനെ ചന്ദ്രമോഹന്റെ അച്ഛനും അമ്മയും കൊണ്ടുപോയപ്പോൾ അവനെ കൊല്ലാൻ അയാൾ വീണ്ടും ഒരു ശ്രമം നടത്തി. അത് പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, കുഞ്ഞെന്ന നെയ്ക്കുമായി ദേവന്റെ ഒപ്പമായി. ആ സമയത്താണ് മഹേന്ദ്രന് വിൽപ്പത്രം കിട്ടിയത്. അതിലുണ്ടായിരുന്നത് സുഭദ്രയുടെ ഭാഗത്തിന് അവകാശി കാശിയാണെന്നും അവന് പ്രായപൂർത്തിയാൽ മാത്രമേ അത് ലഭിക്കുകയുള്ളെന്നും അല്ലാത്ത പക്ഷം സ്വത്തുവകളെല്ലാം അനാഥാലയത്തിന് നൽകണമെന്നുമാണ്. കാശി സ്വമേധയാ സ്വത്തുക്കൾ ഏറ്റെടുക്കുന്നവരെ കൈവശാവകാശം ദേവന് കുടുംബത്തിനായിരിക്കുമെന്നാണ്. അത് വായിച്ച മഹേന്ദ്രന്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. അയാൾ കാശിയെ കൊല്ലാനുള്ള ശ്രമങ്ങൾ ഉപേക്ഷിച്ചു. പിന്നീട് അയാൾ പുതിയ പദ്ധതി മെനഞ്ഞത് അയാൾക്കൊരു മകൾ പിറന്നപ്പോഴാണ്. ദേവന്റെ മകൻ ജഗന്നാഥനുമായി അവരുടെ വിവാഹം നടത്തണം. അതുമാത്രമല്ല, കാശിയെ സ്വത്ത് ഏറ്റെടുക്കാൻ അനുവദിക്കരുത്. അവനതെല്ലാം ദേവന് നൽകണം. അപ്പോൾ ഇല്ലിക്കലെ 2/3 ഭാഗത്തിന് അവകാശി ജഗ്ഗുവാകും. കീർത്തനുമായുള്ള വിവാഹത്തോടെ എല്ലാ അവകാശങ്ങളും തനിക്ക് നേടിയെടുക്കണം മഹേന്ദ്രൻ തീരുമാനിച്ചു. ആ പദ്ധതി നിറവേറ്റാൻ അയാൾ വർഷങ്ങൾ കാത്തിരുന്നു. കാശി വളർന്നു വന്നപ്പോൾ അയാൾ അവനെ ദേവന്റെ കുടുംബത്തിൽ നിന്ന് അകറ്റി. കാശിയോട് സുഭദ്രയോടുള്ള ദേഷ്യം മുഴുവൻ അയാൾ തീർത്തു. അവനോടെല്ലാം അയാൾ പറഞ്ഞു. ആരോടൊന്നും പറയാതിരിക്കാനും എല്ലാവരിൽ നിന്ന് അകന്നു കഴിയാനും മഹി അവനെ ഭീഷണിപ്പെടുത്തി. അയാൾ പറഞ്ഞ പോലെ നടന്നില്ലെങ്കിൽ ദേവനെയും ശ്രീദേവിയെയും ജഗ്ഗുവിനെയും കൊല്ലുമെന്ന് അയാൾ പറഞ്ഞു. അയാൾ പറഞ്ഞതുപോലെ ചെയ്യുമെന്നറിയാവുന്ന കാശി അയാൾക്ക് വഴങ്ങി. അയാൾ പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് മാറി താമസിച്ചു. അവരിൽ നിന്ന് അകന്നു. സ്വത്തുക്കളേക്കാൾ അവന് വലുത് അവിടെയൊക്കെ ജീവനായിരുന്നു. അതിനുവേണ്ടി എല്ലാ വിഷമങ്ങളും ഉള്ളിലൊതുക്കി. ഇത്രയൊക്കെ ആയിട്ട് അവൻ ആ കുടുംബം മാറ്റി നിർത്തുന്നില്ലെന്ന് കണ്ട മഹിയുടെ അടുത്തടവായിരുന്നു കമ്പനിയിലെ തിരിമറി നാടകം. കാർത്തികയുടെ ജോലിക്കെടുപ്പിച്ചു ഇതേ ഉദ്ദേശത്തോടെ തന്നെയായിരുന്നു. കാശി അതറിഞ്ഞിട്ടും പ്രതികരിച്ചില്ല. ഇതോടെ എല്ലാം അവസാനിക്കട്ടെ എന്ന് അവൻ കരുതി. പക്ഷെ അവിടെ അയാളുടെ പക തീർന്നില്ല. വൈകുന്നേരത്തെ അപകടം അയാളുടെ തിരക്കഥയാണെന്ന് അവന് മനസ്സിലായി. അത് കാർത്തി അവൻ തല്ലിയതിനുള്ളതാണ്. കാശി കുളി കഴിഞ്ഞു വരുമ്പോഴും കല്ലും അതേ ഇരിപ്പാണ്. അവളെന്തോ ചിന്തയിലാണെന്ന് കണ്ട കാശി കയ്യിൽ നിന്ന് നനഞ്ഞ ടർക്കി അവിടെ നേരെ കുടഞ്ഞു. വെള്ളം വീണപ്പോൾ കല്ലു തലവെട്ടിച്ചു. എന്താ കാശി ഇത്? കല്ലു കുസൃതിയോടെ നോക്കുന്ന കാശിയുടെ നേർക്ക് തിരിഞ്ഞു. എന്റെ ഭാര്യ ഇത് ഏത് ലോകത്താ? ഞാൻ അയാളെക്കുറിച്ച് ഓർക്കുകയായിരുന്നു. ആര്? ആ മഹേന്ദ്രനെ. നീ അത് വിട്. അയാള് ഇനി ഇതിങ്ങനെ വിട്ടാ പറ്റില്ല കാശി. അവനെ പറഞ്ഞു പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ കല്ലു പറഞ്ഞു. എല്ലാത്തിനും ഒരു പരിധിയില്ലേ? ഇപ്പൊ അയാൾക്ക് വേണ്ട പോലെയല്ലേ എല്ലാം നടക്കുന്നത്? എന്നിട്ട് എന്തിനാ കാശിയെ കൊല്ലാൻ നോക്കി? അയാൾക്ക് എത്ര ചെയ്താലും മതിയാവില്ല. നമ്മൾ ഇനിയും ക്ഷമിക്കേണ്ട കാര്യമില്ല. തിരിച്ചടിക്കണം.
കല്ല് പറയുന്നതിലും കാര്യമുണ്ടെന്ന് അവന് തോന്നി. അവർ രണ്ടുപേരും അതേക്കുറിച്ച് കൂടുതൽ ആലോചിച്ചു. തിരിച്ചൊരു ആക്രമണം നടത്തുന്നുണ്ടെങ്കിൽ അതെല്ലാം ആ പഴുതുകൾ അടച്ചുകൊണ്ട് വേണം. അവരതിനായി തയ്യാറെടുപ്പുകൾ തുടങ്ങി. കൂലങ്കുഷമായ ചിന്തകൾക്കും പദ്ധതികൾക്കും ഒടുവിൽ മഹേന്ദ്രനെ നിയമപരമായി നേടാൻ തന്നെ അവർ തീരുമാനിച്ചു. പദ്ധതികൾ മെനയാൻ സായി അവർക്കൊപ്പം കൂടി. മഹിക്കെതിരെ പരമാവധി തെളിവുകൾ ശേഖരിക്കായിരുന്നു ആദ്യപടി. അതിനുവേണ്ടി കാശിയും കല്ലുവും നെല്ലാശ്ശേരിയിലും മുംബൈയിലൊക്കെ പോയി വന്നു. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കൊലപാതകങ്ങളായതുകൊണ്ട് അവർക്ക് മതിയായ തെളിവുകൾ കിട്ടിയില്ല. എങ്കിലും അവർ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. അവസാനം അത് കാശി ഇടിച്ചുകൊല്ലാൻ നോക്കിയ ലോറി ഡ്രൈവറിൽ എത്തി നിന്നു. അയാൾ ആദ്യമൊന്നും അവരോട് സഹകരിക്കാൻ തയ്യാറായില്ല. മഹീന്ദ്രൻ നല്ലൊരു തുക തന്നെ കൊടുത്തിട്ടുണ്ടെന്ന് വ്യക്തമാണ്. പിന്നെ അവർക്ക് അതിൻ്റെ ഇരട്ടികളും കൊടുക്കേണ്ടി വന്നു അയാൾ എന്തെങ്കിലും ഒന്ന് പറയാൻ. അങ്ങനെ മഹീന്ദ്രന്റെ പെട്ടിയിലേക്കുള്ള ആദ്യത്തെ ആണി അടിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത് എന്തെന്നുള്ള ചിന്തയിലാണ് എല്ലാവരും. ഇനി മുന്നോട്ട് പോകണമെങ്കിൽ മഹ്യാദി ഒരു നീക്കം നടത്തണം, അല്ലെങ്കിൽ അങ്ങോട്ട് കയറി ചൊറിയണം. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.